ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നെന്ന് പറയുന്നത് പ്രസൻറ്റ് ഈസ് പ്രസൻറ്റ് എപ്പിസോഡ് 3-4, അതായത് 2 എപ്പിസോഡ് ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണിക്കുന്ന നമ്മുടെ ഹീറോനെയാണ്. ഹീറോ എന്ന് പറഞ്ഞ ടൈം ട്രാവലിൻ്റെ ആ ഒരു പരിപാടിയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളിപ്പോൾ ഫ്യൂച്ചറിലാണുള്ളത് 2025. ആൾക്ക് നമ്മുടെ നടീനെ ആകെ ഒരു പ്രാവശ്യം വിളിക്കാൻ പറ്റത്തുള്ളൂ. അതായത് അവൻ്റെ പാസ്റ്റിലേക്ക് ആകെ ഒരു പ്രാവശ്യമാണ് അവനക്ക് കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അന്നൊരു ദിവസം ഡിസംബർ 31 നമ്മുടെ ഹീറോനെ ഫോളോ ചെയ്ത് പോവരുതെന്ന് അവൻ പറഞ്ഞിരുന്നല്ലോ. അത് വിളിച്ച് പറഞ്ഞത് നമ്മുടെ ആ ഫ്യൂച്ചറിലെ ഹീറോയാണ്. നമുക്കിനി ഫ്യൂച്ചറിലെ ഹീറോ എന്ന് വിളിക്കാം. അതിനുശേഷം കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ചീറ്റയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ അവിടുന്ന് ആ ഒരു ബാറിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മുടെ അസിസ്റ്റൻ്റ് പിന്നാലെ വരുന്നതാണ്. നമ്മുടെ ഹീറോ അവനെ പോയിട്ട് അത്യാവശ്യം അടിക്കുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിൻ്റെ അച്ഛൻ മരിച്ചത് ഞാൻ കൊന്നിട്ടാണ്, അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ അങ്കിൾ സംസാരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നാളെ ഈ പറയുന്ന സ്ഥലത്ത് നീ വരണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ഇടുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ നടൻ്റെ സ്പൈ ഗേൾ, നമുക്ക് സ്പൈ തന്നെ വിളിക്കാം. അവളാണെങ്കിൽ നമ്മുടെ ഡോക്ടറിൻ്റെ ആ ഒരു പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇവളുടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവൻക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് നമ്മുടെ ഡോക്ടറിന്. അതിനുശേഷം വീണ്ടും നമ്മുടെ ഹീറോയിന് നമ്മുടെ ഫ്യൂച്ചറിലെ ഹീറോയുടെ ഇന്ന് കോൾ വരുവാണ്. ആൾ വരുമ്പോൾ പറയുന്നുണ്ട്, നിനക്ക് ആ ഒരു ക്യാൻസറാണ് തന്ന ആ ഒരു റിപ്പോർട്ടില്ലേ, അത് ഫേക്കാണ്, നീ നിൻ്റെ ഒറിജിനൽ പോയി കണ്ടുപിടിക്കാനായിട്ട്. അതുപോലെ തന്നെ ആ വേറൊരു കാര്യം പറയുന്നുണ്ട്, നിനക്കിത് വിശ്വസിക്കണമെങ്കിൽ നീ പോയിട്ട് ഒരു ലോട്ടറി നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നു. അവനാണെങ്കിൽ എന്തുവാടേ ഫസ്റ്റ് പ്രൈസ് ഒക്കെ, അതും ഫ്യൂച്ചറിന്ന് വിളിച്ചു അത്രേ, എന്തൊരു കഷ്ടമാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവാണ്. അത് ഫേക്കാണോ നമുക്ക് അറിയണമല്ലോ. അവിടെ അത് ഫുള്ളും കണ്ടുപിടിച്ചിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഡോക്ടറിനോട് അവൾ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ കറക്റ്റ് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിച്ച് കേസാക്കുന്നു. അപ്പോൾ നമ്മുടെ ഡോക്ടർ ആണെങ്കിൽ അവൻ്റെ മെസ്സേജ് എടുത്ത് കാണിച്ചു കൊടുക്കുവാണ്. ഇത് ഹീറോ പറഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ആ ഒരു ബോർഡ് മീറ്റിംഗ് കഴിയുന്ന വരെ നീ സേഫ് ആവാൻ വേണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയതാണ്. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, എനിക്ക് ഇത്രേ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നുണ പറയേണ്ടി വന്നതെന്നൊക്കെ നമ്മുടെ ഡോക്ടർ ആണെങ്കിൽ ഇവിടെ പോയതിന് ശേഷം നമ്മുടെ ഹീറോയ്ക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതോടുകൂടിയിട്ട് തന്നെ നമ്മുടെ ഹീറോയിനെ വീണ്ടും കാണിക്കുകയാണ്. അവളിങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും ആ ഒരു പ്രാന്തം വിളിച്ച് പറഞ്ഞതാണല്ലോ, അപ്പോൾ ഒന്ന് ലോട്ടറി കടയിലൊന്ന് കയറി വെക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്പൈകൾ പിന്നാലെ പോകുന്നുണ്ടായിരുന്നു അവളെ ഫോളോ ചെയ്തിട്ട്. അപ്പോൾ അവൾ പറയുകയാണ്, എന്തുവാടേ നിൻ്റെ ഗേൾ ഫ്രണ്ട് ഇങ്ങനെ ഇല്ലാത്ത പോലെ ലോട്ടറി കടയിലൊക്കെ കയറുന്നതെന്നൊക്കെ നമ്മുടെ ഹീറോ മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷം അവർ മീറ്റിങ്ങിന് പോവുകയാണ്. ബോർഡ് മീറ്റിംഗ് അല്ല, അതായത് ഇന്നലെ അവൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ സീക്രറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അങ്കിള് ഇന്നലെ വിളിച്ചിരുന്നല്ലോ, ആ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത്. അവൻ്റെ അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്ന് ഇവന് പോലും അറിയത്തില്ല. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് അവൻ വന്നതെങ്കിലും അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഈ ഷെയർസിൻ്റെ സംഗതിയിലൊക്കെ പേപ്പറിൽ ഒപ്പിട്ട് തരാനാണ്. അവരെല്ലാവരും വേണ്ട വിധത്തിൽ ഇവനെ മിരട്ടുന്നുണ്ട്. നമ്മുടെ ഹീറോ സൈൻ ചെയ്ത് കൊടുക്കില്ലെന്നും പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ലോട്ടറി ഒക്കെ എടുത്തിട്ട് അവളുടെ പണി നോക്കി പോവുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവൾ ആ റിസൾട്ട് നോക്കുമ്പോൾ ഇവൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചു. എന്തായാലും സന്തോഷമൊന്നും കാണാത്തതെന്ന് വിചാരിക്കുമ്പോൾ ഇവൾ ആ പൊതുപ്പിനകത്തിരുന്നിട്ട് ഇങ്ങനെ ഊളിട്ടിട്ട് എന്താ പറയുക ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് അവൾ വേറൊരു കാര്യം ആലോചിക്കുന്നത്, ഡിസംബർ 31 ആ ഒരു സ്ഥലത്തേക്ക് പോവരുതെന്ന് അവൻ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഒന്ന് അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോവുകയാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോനെ അവിടുത്തെ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇടിച്ച് കാറിലേക്ക് കയറ്റാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിൻ, അയ്യോ എൻ്റെ ബോസ്സായിരുന്നല്ലോ, മുമ്പത്തെ ബോസ്സാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കുറച്ച് മനുഷ്യത്വമൊക്കെ വേണ്ടേന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിൻ അവളുടെ ആ ഒരു സ്കൂട്ടറും കൊണ്ട് മുൻപിൽ കൂടെ ഇങ്ങനെ ഓടിക്കുവാണ്. അപ്പോൾ എല്ലാവരും മാറുന്നുണ്ട്. പെപ്പർ സ്പ്രേ എടുത്തിട്ട് എല്ലാറ്റുകളും കണ്ണിക്ക് അടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ 2 പേരുണ്ടായിരുന്നത് 4 പേരായിട്ട് അവിടെ ഫൈറ്റ് തുടങ്ങുവാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിനിടയിൽ നമ്മുടെ ഹീറോയിനും തമ്മിലുള്ള റൊമാൻസും അതൊക്കെ കഴിഞ്ഞ് ഇടിയൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മുടെ സ്പൈ ഗേൾ അതിൻ്റെ ഇടയിലേക്ക് കയറി വരുവാണ്. നീ നിൻ്റെ ഹീറോയിനും കൂട്ടിയിട്ട് പെട്ടെന്ന് പൊക്കോ, ഞാൻ നോക്കിക്കോളാം ഇവരുടെ കാര്യം, ഞാൻ തീർത്തു തരാമെന്ന് നമ്മുടെ സ്പൈ ഗേളും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആ ഒരു സ്പൈ ഗേളുടെ ബൈക്കിൽ തന്നെ നമ്മുടെ ഹീറോയിനെ കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിന് ഇത് ഇവൻ തന്നെയാണോ എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ BGM ഒക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ BGM ഒക്കെ ഇട്ടിട്ട് ഇവരിങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോൻ്റെ മുമ്പിലേക്ക് നമ്മുടെ അങ്കിളിൻ്റെ അസിസ്റ്റൻ്റ് വന്ന് നിൽക്കുവാണ്. ഇത് കാണുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഹീറോയിൻ പേടിക്കുന്നുണ്ട്, അയ്യോ ഇവനാ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും എന്ന് നമ്മുടെ ഹീറോയിനോട് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, പേടിക്കേണ്ട, നമ്മുടെ അങ്കിള് എൻ്റെ അസിസ്റ്റൻറ്റിനെ എനിക്കൊരു ശത്രുവായിട്ട് എന്നെ വാച്ച് ചെയ്യാൻ വേണ്ടി ഒരാളെ വിട്ടു, അതുപോലെ തന്നെ ഞാൻ അങ്കിളിൻ്റെ അസിസ്റ്റൻറ്റിനെ എൻ്റെ ആളാക്കി എന്ന് പറയുകയാണ്. നമ്മുടെ ഹീറോയിൻ, എമ്പടെ കേമാ നീ ഭയങ്കര ആളാണല്ലോ എന്നുള്ള രീതിയിൽ നോക്കുവാണ്. അങ്ങനെ നമ്മുടെ ബോസിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ
ഇനിയിപ്പോൾ നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുകയാണോ അവരൊക്കെ കൂടിയിട്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ബോർഡ് മീറ്റിംഗ് വരെയാണ് അവരെന്നെ ജീവനോടെ വെക്കാനുള്ള പരിപാടി. അതുകൊണ്ട് ആർക്കും, അതായത് എൻ്റെ കൂടെയുള്ള എല്ലാവരെയും അവർ ചിലപ്പോൾ അങ്ങനെ അപായപ്പെടുത്താൻ ചാൻസ് ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല അപ്പം അന്ന് ആ കാറിൽ ബ്രേക്ക് പോയത്? അതൊക്കെ എൻ്റെ അങ്കിളുടെ കളി ഞാൻ പറയുകയാണ്, നീ വിഷമിക്കണ്ട, ഞാൻ പൈസ തരാട്ടോ എന്ന് പറയുകയാണ്. നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, എന്താ ഇവിടെ നടക്കണേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുകയാണ്, നീ ഒന്നിനും വിഷമിക്കണ്ട, ഞാൻ നിന്നെ സേഫ് ആക്കാൻ നോക്കിയത് അങ്കിളിൻ്റെ പിടിയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് റിപ്പോർട്ട് ഉണ്ടാക്കി നിന്നെ ഞാൻ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഇതാക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല എന്ന് പറയുകയാണ്. പക്ഷെ നീ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഓടി പോകുന്നല്ലോ എന്ന് പറയുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, നിന്നെ അപായപ്പെടുത്താൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനും, അതുകൊണ്ട് എനിക്ക് പേടിയാണ്. ഇത്രയധികം പേടിക്കാൻ എന്താ കാര്യം എന്ന് നമ്മുടെ ഹീറോയിൻ ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നെ ചെറുതായിട്ട് ലൈക്കാണ് എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ എന്തുവാ പ്രാന്തൻ്റെ പോലെ ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ എന്ന് പറയല്ല, നമ്മുടെ ഹീറോയിൻ ആലോചിക്കുന്നുണ്ട്. അതായത് ഇവൻ ഓഫീസിലുണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഡേറ്റിങ്ങിന് പോകാമെന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനൊരു പ്ലേ ബോയ് അങ്ങനെയുള്ള രീതിയിലായിരുന്നല്ലോ. നമ്മുടെ നടിയാണെങ്കിൽ ഇവന് വട്ടാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ മിണ്ടാതിരിക്കുകയാണ്. ആ ഒരു സമയത്ത് പറയുകയാണ്, അല്ല എപ്പോഴും ഓഫീസിലൊക്കെ ഒരുമാതിരി ചൈൽഡിഷ് ആയിട്ടാണല്ലോ നടക്കാറ്, ഇപ്പം എന്താ പറ്റിയത്, ഇപ്പം ഇങ്ങനെ മാസൊക്കെ ആയിട്ട് ഇങ്ങനെ എൻട്രിയും കാര്യങ്ങളൊക്കെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ ആ ഒരു ഓഫീസിൽ വെച്ചിട്ട് എൻ്റെ തനി സ്വഭാവം കാണിക്കാത്തതിൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് എൻ്റെ അങ്കിളിൻ്റെ ആളാണല്ലോ, അതുകൊണ്ട് തന്നെ ആൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ പോയി ചോർത്തി കൊടുക്കും, അതുകൊണ്ട് ഞാൻ എൻ്റേതല്ലാത്ത രീതിയിൽ ജീവിക്കുമായിരുന്നു എന്നറിയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ലോട്ടറിയുടെ ആ ഒരു പൈസ വാങ്ങാൻ തീരുമാനിച്ച് നമ്മുടെ നടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവൻ്റെ കൈ മുറിഞ്ഞിട്ട് അതും ഇങ്ങനെ ചോരയ്ക്കായിട്ട് അതങ്ങ് കീറിപ്പോയത്. അപ്പോൾ അതിനുള്ള ഇതും എനിക്ക് വേണം നമ്മുടെ ഹീറോയിൻ പറയുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പം അത്ര പൈസയില്ല, ഞാനിപ്പോൾ പൈസ വേണമെങ്കിൽ അടക്കം എൻ്റെ അങ്കിളിനോട് ചോദിക്കാതെ എനിക്കൊരു തരി പൈസ കിട്ടത്തില്ല, നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ കയ്യിൽ ഇത്ര പൈസയുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു CEO പോസ്റ്റ് കിട്ടുമ്പോൾ നിനക്കുള്ള എല്ലാ പൈസയും, അതായത് ഞാൻ നിനക്ക് തരാനുള്ള എല്ലാ പൈസയും കാറിൻ്റെയും ഫോണിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം, ഇപ്പോഴത്തേക്ക് ഈ ഒരു ഫോണും പൈസ നീ വെച്ചോ എന്ന് പറയുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവനക്കൊരു ഫോണും കൊടുത്തിട്ടുണ്ട്, കുറച്ച് പൈസയും കിട്ടിയിട്ടുണ്ട്. ഇവൻ്റെ ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മുടെ നടിക്ക് വല്ലാതെ വിഷമാവുകയാണ്. നമ്മളായിട്ട് ഒരാളെ വിഷമിക്കരുതല്ലോ, അതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട്, നിനക്ക് പൈസയ്ക്ക് ഇപ്പം അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ ഈ പൈസ നീ തന്നെ വെച്ചോ, എനിക്ക് വേണ്ട, എനിക്ക് നീ ആ ഒരു CEO പോസ്റ്റിലേക്ക് എത്തുമ്പോൾ എനിക്ക് ആ പൈസ തന്നാൽ മതി, ലോട്ടറിയുടെ പരിപാടിയല്ലേ അത് പോട്ടെ എന്ന് പറയുകയാണ്. ഫ്യൂച്ചറിലെ ഹീറോയ്ക്ക് നമ്മുടെ ഹീറോയിനെ ആകെ ഒരു പ്രാവശ്യം വിളിക്കാൻ പറ്റത്തുള്ളൂ. അവിടുത്തെ കാര്യങ്ങളും ഡേഞ്ചറസൊക്കെ അറിയിക്കണമെങ്കിൽ അവനക്ക് എന്തായാലും അത്യാവശ്യം ഫോൺ കോളൊക്കെ വേണ്ടി വരും. പക്ഷേ ഒരു ദിവസം അവനക്ക് ആകെ ഒരു ഫോൺ കോളേ കിട്ടത്തുള്ളൂ. അതൊരു മാതിരി വൃത്തിയായിട്ട പരിപാടിയായില്ലേ. ഇനി കാണിക്കുന്ന നമ്മുടെ ഹീറോയിനിനെയാണ്. ഇനി എന്താ അടുത്ത പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നാളെ ഒരു വലിയൊരു സംഭവം ചെയ്യാൻ പോകാമെന്ന് പറയുകയാണ്. പിറ്റേ ദിവസം നമ്മുടെ ഹീറോ കുളിച്ച് സുന്ദരനായിട്ട് കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ ഹീറോയിൻ ഈവൻ ഫ്രഷായിട്ട് ഇറങ്ങി വന്ന അപ്പോൾ തന്നെ നമ്മളും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാമെന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിനും അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു ബോർഡ് മീറ്റിങ്ങിനാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. അങ്ങനെ അവിടെ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇവനിങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാണുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഇപ്പോഴാണ് നിങ്ങളിപ്പോൾ ഒരു CEO അങ്ങനത്തെ ഒരു ലുക്കായത്, ഇപ്പോൾ പൊളിച്ചു സാറേ എന്ന് പറയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ അവിടുത്തെ ഷെയർ ഹോൾഡറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അങ്കിള്. ഇവർ രണ്ടുപേരും അതുപോലെ തന്നെ സ്പൈയും കൂടെ വരുന്നുണ്ട്. നമ്മുടെ അങ്കിളാണെങ്കിൽ ഇവിടെ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇന്നലെ നമ്മുടെ ഹീറോ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു, അപ്പോൾ അവൻ എനിക്ക് എല്ലാ ഷെയർസ് എഴുതി തന്നു, അങ്ങനെയുള്ള രീതിയിലും അതിന് പ്രൂഫ് ഞാൻ TV കാണിച്ചു തരാൻ പറഞ്ഞിട്ട് നമ്മുടെ അസിസ്റ്റന്റിനോട് കാര്യങ്ങൾ വെക്കാൻ പറയുമ്പോൾ അതിൽ അവനാണെങ്കിൽ വേറൊരു ദൃശ്യം ഇടുകയാണ്. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ കുറേ കാര്യങ്ങൾ നശിപ്പിച്ച്, അതായത് കുറേ കാര്യങ്ങൾ കൈക്കലാക്കിയതും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ആ ഒരു TV കാണുന്നത്. അപ്പോൾ തന്നെ അവൻ അയ്യോ എന്ത് പരിപാടി നീ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് TV കട്ട് ചെയ്യുവാണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനും സ്പൈ ഗേളും അത് കയറി വരുന്ന സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഇപ്പം എന്തായി അങ്ങളെ, എല്ലാം തീർന്നില്ലേ എന്ന് ചോദിക്കുവാണ്. അതായത് ഇവൻ്റെ തനി സ്വഭാവം ഷെയർ ഹോൾഡേഴ്സിന് മനസ്സിലായി. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് നമ്മുടെ ഹീറോൻ്റെ വശത്തായിരുന്നു. അതിനുശേഷം നമ്മുടെ അങ്കിളിന് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പം ഞാൻ ചതിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ അങ്കിൾ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ എൻ്റെ കൈ കൊണ്ടാണ് മരിച്ചേ എന്നുള്ള കാര്യങ്ങൾ നിനക്ക് പെട്ടെന്ന് തന്നെ പോയി തെളിയിക്കാനൊന്നും പറ്റത്തില്ല. കാരണം നിൻ്റെ കയ്യിൽ ഒരൊറ്റ തെളിവ് പോലും ഇല്ല. ആകെ ഞാൻ നിൻ്റെ അച്ഛനെ അവസാനം ഒന്നായിട്ട് വിളിച്ചിട്ടുണ്ട്, അല്ലാതെ വേറൊരു തെളിവും നിൻ്റെ കയ്യിലില്ല. ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ ഞാൻ നിന്നെ കൊന്നേനെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഞാനാണ് ഈ ഒരു മീറ്റിംഗ് വരെ നിന്നെ ജീവനോടെ വെക്കാനായിട്ട് ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ നീ
മുൻപ് തന്നെ ചത്തുപോയേനടാ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഹീറോയും മാസ് ഡയലോഗ് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അങ്കിള് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തു വരും. ആ ഒരു സമയത്ത് നിൻ്റെ ആ ഒരു കൂടെ നടക്കുന്നവറ്റങ്ങളില്ലേ, അവറ്റങ്ങളൊന്നും നിൻ്റെ കൺമുമ്പിൽ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നിൻ്റെ ആ ഒരു സ്വത്തും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് എടുക്കും, നീ നോക്കിക്കോ എന്നും പറയുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഡോക്ടർ ചക്കനാണെങ്കിൽ ഇവനെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ മീറ്റിംഗ് ഒക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ നീ ഇനി CEO പോസ്റ്റിലേക്ക് പോവാണെന്ന് പറയല്ല. സ്പൈക്കുകൾ പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത ഫ്രണ്ടാണോടാ അത്, ഇത്രയും ബെസ്റ്റിയങ്ങൾ എന്ന് പറയുമ്പോൾ എന്തേ കണ്ടിട്ട് തോന്നുന്നില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ പാർട്ടി വയ്ക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് CEO പോസ്റ്റ് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷമൊന്നും മുഖത്തില്ല. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിന് ഇവനെ ഓർമ്മയില്ല. 10 കൊല്ലം മുമ്പ് ഇവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് അങ്ങനെയുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവനക്ക് ഓർമ്മയില്ല എന്നുള്ള വിഷമാണ് നമ്മുടെ ഹീറോയ്ക്ക്. അപ്പം നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, 10 കൊല്ലം മുമ്പല്ലേടാ, കുറേ ആൾക്കാരൊക്കെ കാര്യങ്ങളൊക്കെ മറന്നു കാണും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, അന്ന് നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു മൊമെൻറ്റ്സൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അവളെ ഓർമ്മിപ്പിച്ചെടുത്താൽ മതിയെന്ന് നമ്മുടെ ഹീറോയിന് ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹീറോ. അതായത് നമ്മുടെ അങ്കിളിനെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് നമ്മുടെ ഹീറോയിനെ ഡയറക്റ്റായിട്ട് അവിടെ അപ്പോയിൻറ്റ് ചെയ്തേക്കുമായിരുന്നു. അതായത് നമ്മുടെ അങ്കിൾ എന്ന് പറയുന്നത് പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായിരുന്നു. അത്രയും വലിയ ജോലിയൊന്നും നമ്മുടെ ഹീറോയിന് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഒരുമാതിരി എന്താ പറയുക, അത്ര സന്തോഷമില്ല. അവൾക്ക് ഇത്ര വലിയ പ്രൊമോഷൻ കിട്ടിയതിനൊന്നും അവൾക്ക് സന്തോഷമില്ല. അപ്പോഴാണ് വേറൊരു മെസ്സേജ് വരുന്നത്, അങ്കിള് ജയിലിൽ നിന്ന് ചാടി പോയി എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ടെൻഷൻ അടിക്കുന്നുണ്ട്. അവൻ പറഞ്ഞല്ലോ കൂടി ഉണ്ടായിരുന്ന ആൾക്കാരെയും അതുപോലെ സ്വത്തുക്കളും ഇങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് വെറീഡ് ആവുകയാണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ കയറി വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആ ഒരു ജോലി വേണ്ടെന്ന്. എന്ത് പറ്റി, നിനക്ക് എന്താ പറ്റി, ഇതിന് പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, ഇൻ്റർവ്യൂ വെച്ചിട്ട് പാസ് ചെയ്ത് എൻ്റെ ടാലൻറ്റ് കണ്ട് ജോലിക്ക് കയറ്റുവാണെങ്കിൽ ഞാൻ കയറായിരുന്നു, പക്ഷേ എനിക്കിത് പറ്റത്തില്ല എന്ന് പറയുകയാണ്. നമ്മുടെ ഹീറോയിനും എന്നാൽ ശരി നിൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ കൈ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ എന്നാൽ ശരി നിങ്ങളായില്ലേ ഇപ്പോൾ CEO, ഈ ഒരു നല്ല കമ്പനീനെ നിങ്ങൾ തന്നെ ആയിട്ട് നല്ല രീതിക്ക് എത്തിക്കണം എന്ന് ഒരു കൺഗ്രാജുലേഷൻസും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോവുകയാണ്. ഇവള് പോകുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ചെറുതായിട്ടൊന്ന് വിഷമാവുന്നുണ്ട്. നമ്മുടെ ആൻറ്റി ആണെങ്കിൽ അവിടെ എന്തോ പോസ്റ്റർ ഒട്ടിക്കുവാണ്, കുട്ടികളുണ്ട് ശബ്ദം ഉണ്ടാക്കരുതെന്ന്. നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, എന്താ ഈ പോസ്റ്ററൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആൻറ്റി പറയുകയാണ്, അതേ മോളെ നിൻ്റെ സിസ്റ്റർ ഇൻ ലോ പ്രഗ്നൻ്റ് ആണെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ആൾ സന്തോഷിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഫ്യൂച്ചറിലെ ഹീറോ വിളിക്കുന്നത്, നിനക്ക് ആ ലോട്ടറി അടിച്ചിട്ട് വിശ്വാസമായിട്ടില്ലെന്ന് എനിക്കറിയാം, നിനക്ക് നിൻ്റെ ആൻറ്റിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുവാണ്. ആൻറ്റി ആണെങ്കിൽ ഇപ്പോൾ സംസാരിച്ച് പോയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ ഒരു ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ അവൾക്കൊരു മാതിരി ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുകയാണ്, ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ ഫ്യൂച്ചർ എന്നാണ് വിളിക്കുന്നത്, ഞാൻ 2025 നീ 2024 ആണെന്ന് പറയുകയാണ്. ഞാൻ മുമ്പ് 2004 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെൻ്റെ മിസ്റ്റേക്കാണ്, സോറി. 2024 ഇപ്പം നമ്മുടെ നടിയും അതുപോലെ തന്നെ ഫ്യൂച്ചറിലെ ഹീറോ 2025 ഒരു കൊല്ലം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻറ്റി പറയാണ്, എന്താ മോളെ നീ വരാത്തെ, നമ്മുടെ നിൻ്റെ സിസ്റ്ററിൻ്റെ മോൻ ഉണ്ടായിട്ട് നീ ഒരു കൊല്ലമായിട്ടും കാണാൻ വന്നില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ നടിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവളാണെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്യൂച്ചറിലെ ഹീറോയിനോട് സംസാരിക്കുന്ന സമയത്ത് ആൾ പറയുന്നുണ്ട്, നീ നിൻ്റെ ആ ഒരു ഹീറോൻ്റെ കമ്പനി വിട്ടിട്ട് എവിടേക്കും പോകാൻ പാടില്ല, ആൾക്ക് ചിലപ്പോൾ അത് ആപത്താവുമെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നേരെ ഹീറോയിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അതേ ഒരു ഹെഡ് പോസ്റ്റ് എനിക്ക് വേണമെന്ന് വീണ്ടും പറയുകയാണ്, നമ്മുടെ ഹീറോ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റണം, നമ്മുടെ പബ്ലിക്കിലുള്ള ആ ഒരു സംഗതിയൊക്കെ മാറ്റി മറിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവനെ നല്ലൊരു ഡീസൻ്റ് ആയിട്ട് ഡ്രസ്സിങ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുവാണ്. ഇവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പബ്ലിക് അറിയണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പെറ്റ്സ് വാങ്ങാൻ വേണ്ടി അവനെ കൊണ്ടുപോവാണ്. പോകുന്ന സമയത്ത് എന്താ വാങ്ങുക എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, നമുക്ക് ഗോൾഡൻ ഫിഷിനെ വാങ്ങാം, അത് അടിപൊളിയല്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് ഒരു വൈറ്റ് കളർ പാരറ്റ് മതി എന്ന് പറയുകയാണ്. അങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ ശരി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നീ വാങ്ങിച്ചോ, എന്നാൽ ശരി എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പെട്ടെന്ന് പോവുകയാണ്, 2 മണിക്കൂർ മുമ്പ് ഞാൻ പറഞ്ഞ് വെച്ചതാണ്, അപ്പോൾ ഞാൻ പെട്ടെന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഒരു ബ്ലൈൻഡ് ഡേറ്റ് ഇതാക്കിയിട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോണതാണ്. പക്ഷേ നമ്മുടെ ഹീറോയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ നിർബന്ധിച്ചിട്ട് വന്നതാണ്, നമ്മുടെ ആൻറ്റി നിർബന്ധിച്ച് വന്നതാണ്. അപ്പോൾ ആ ഒരു ചെക്കനോട് സംസാരിക്കുന്ന സമയത്ത് ആൾ പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു ഡേറ്റിങ്ങിനൊന്നും വലിയ താല്പര്യമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ട്, വീട്ടിൽ നിന്ന് നിർബന്ധിച്ചിട്ട് ഈ ഒരു ഡേറ്റിങ്ങിന് വന്നതാണെന്ന് പറയുകയാണ്. അപ്പോൾ 2 കൂട്ടർക്കും വലിയ സമ്മതമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഈ ഒരു ഡേറ്റിങ് ക്യാൻസൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇവരിങ്ങനെ തീരുമാനിച്ച്
വെച്ചിരിക്കുന്നത്. നമ്മുടെ ഹീറോ ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ, അവന് ജലസാവുന്നുണ്ട്. അവൻ ആ പാരറ്റിനെ എടുത്തിട്ട് അങ്ങ് താഴ്ത്തോട്ട് വരുവാണ്. അങ്ങനെ താഴ്ത്തോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനോട് അവൻ്റെ ഇഷ്ടം തുറന്നു പറയാനായിട്ട് നമ്മുടെ ഡോക്ടർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇവനാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള ആ ഒരു ധൈര്യമില്ല. അവൻ നേരെ നമ്മുടെ ഹീറോയിനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇവൻ പാസ് ചെയ്ത് പോകുന്ന കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ അവനക്ക് മെസ്സേജ് ചെയ്യുവാണ്, നിങ്ങളിങ്ങനെ വെറുതെ നടക്കരുത്, ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ചെത്ത് സ്റ്റൈൽ അങ്ങ് നടക്കുക എന്ന് പറയുകയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അവൾ ഇങ്ങനെ എന്നെ മാസാക്കി നടത്താനൊക്കെ നോക്കുവാണ്. ആ സമയത്ത് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടുന്ന് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് എത്തിച്ച് നോക്കുവാണ്, ദൈവമേ അവനക്ക് ആ പെണ്ണിന് ഇഷ്ടാവല്ലേ, അതുപോലെ നമ്മുടെ ഹീറോയിനെ അവനെയും ഇഷ്ടാവല്ലേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ ഹീറോ കാണുന്നത് ആദ്യമായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് പിന്നെ കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിനെ കുറച്ച് ആൾക്കാർ ബുള്ളി ചെയ്തിട്ട് നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് ഇടുവാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ ആണ് അവൾ തന്നെ അവിടെ നിന്ന് രക്ഷിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഹീറോയിന് ആ ഒരു ഫോൺ കൊടുത്തില്ലേ, അത് നമ്മുടെ ഹീറോൻ്റെ ഡാഡാണ്. അപ്പോൾ ആളെ പറ്റി അന്വേഷിക്കുന്നുണ്ട്, ആളൊന്നും മിണ്ടുന്നില്ല. നമ്മുടെ ഹീറോനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്, ആളൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം മിണ്ടിയിട്ട് പോലുമില്ല. അങ്ങനെ പതിയാണ് അവരവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നത്. ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന നമ്മുടെ ഹീറോനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. എൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്